പാലക്കാട്ടെ രാഷ്ട്രീയ വാർത്തയിലേക്കൊന്ന് പോയാലോ? കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു സർക്കാർ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ പേരിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഒളിച്ചും പതുങ്ങിയുമാണ് എന്നാണ് DYFIയും BJPയും ഒക്കെ പറയുന്നത്. ശരി, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണദാസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്നാണ്. ഇത്തരത്തിലൊരു ഗതികേട് ഒരു ജനപ്രതിനിധിക്കും ഉണ്ടാവരുതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. കാരണം ഈ പാത്തും പതുങ്ങിയും ഇരുട്ടിന്റെ മറവിൽ ആരെയും അറിയിക്കാതെയുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ആകെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 5 or 6 പേരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, സർക്കാർ തന്നെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മന്ത്രി തന്നെ ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു സംഗതി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, CPMൻ്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചത് ഒരു കോഡ് ഭാഷയുണ്ടല്ലോ ഇവരുടെ, അതായത് ബാംഗ്ലൂർക്ക് വരുന്നോ എന്നുള്ളത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ശരിയായ ഒരു ഉദ്ഘാടനം തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം വേറെ ഏതൊക്കെ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉദ്ഘാടനം ചെയ്യാം. ചെന്നൈയിലേക്ക് ഉദ്ഘാടനം ചെയ്യാം, മംഗലാപുരത്തേക്ക്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബാംഗ്ലൂർ ബസ് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കൊടുത്തത് മന്ത്രി ബോധപൂർവം അത് ചെയ്തതാണോ എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഈ കൃഷ്ണദാസ് വിമർശനം ഉന്നയിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ഓരോ പ്രതികരണങ്ങളും പല ഭാഗത്തു നിന്നും വരുന്നത്. പാലക്കാട് നിന്നും ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനം. KSRTC AC സ്ലീപ്പർ ബസിന്റെ ഉദ്ഘാടനമായിരുന്നു. പാലക്കാട് നിന്നും ബാംഗ്ലൂരുവിലേക്കാണ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി, അത് ശരിക്കും സർക്കാർ പരിപാടിയാണ്. പല വിധത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. തടയുമെന്ന് BJPയും യുവമോർച്ചയൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. DYFIയും പറയുന്നുണ്ട് ഈ ഒളിച്ചും പതുങ്ങിയും ഒക്കെയാണ് വന്നത് എന്ന്. ശരിക്കും പ്രതിഷേധമാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ, വിമർശനം ഉയർത്താനാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ, DYFI ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ വരുന്നുണ്ട് എന്നും ഇവരാരും അറിഞ്ഞിട്ടില്ലേ? ഇതിലെന്താണ് പ്രതികരണം? തീർച്ചയായിട്ടും ഈ DYFIയുടെ പ്രതികരണം അല്പസമയത്തിനുള്ളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും BJP അടക്കം ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇത് ഒരു കൂട്ടുകച്ചവടമാണ്. അതായത് സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് രാഹുലിനെ ഈ രീതിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. ഈ ഗണേഷ് കുമാറിനെതിരെയൊക്കെ തന്നെ ഈ കൃഷ്ണദാസ്, BJPയുടെ സംസ്ഥാന ട്രഷററാണ്, അദ്ദേഹം പറഞ്ഞ ആരോപണം ഇവരൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ്, അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടായതെന്നാക്കിയുള്ള പ്രതികരണമാണ് ഈ കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് BJP ഇതിനെ ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രതിസന്ധി സ്ഥാനത്ത് നിൽക്കുന്നത് DYFIയും അല്ലെങ്കിൽ CPM ആണെന്ന് പറയാം. കാരണം സർക്കാർ പരിപാടിയാണ്, KSRTCയുടെ പരിപാടിയാണ്. വകുപ്പ് മറ്റൊരു പാർട്ടിയാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഗണേഷ് കുമാറാണ് ഭരിക്കുന്നതെങ്കിൽ കൂടി സർക്കാർ പരിപാടിയാണ്. ആ പരിപാടിയിൽ എങ്ങനെ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടവരോ അറിയാതെ രാഹുൽ എത്തി, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മറ്റ് നിർദ്ദേശങ്ങളൊന്നും തന്നെ നൽകിയില്ലേ, അവിടെയുള്ള തൊഴിലാളി സംഘടനകൾ, CITUവിന്റെ തൊഴിലാളി സംഘടനകൾ ഇത് അറിഞ്ഞില്ലേ, തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഉയർന്നു വരും. നമ്മൾ ഇന്നലെ കണ്ട ഔദ്യോഗിക പരിപാടിയിൽ മറ്റ് ആരുമില്ല. കോൺഗ്രസിന്റെ കുറച്ച് ഭാരവാഹികളുണ്ട്, അതോടൊപ്പം തന്നെ രാഹുലുണ്ട്, കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരായ രാഹുലുമായി അടുത്ത് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതിനപ്പുറത്തേക്ക് ആരും തന്നെ ആ ഫോട്ടോയിൽ നമുക്ക് കാണാനില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് KSRTCയുടെ ഒരു സർക്കുലർ ഉണ്ട്. അത് പ്രകാരം ഏത് ഡിപ്പോയ്ക്കാണോ ഇത്തരത്തിൽ ബസ് അനുവദിക്കുന്നത് അവിടുത്തെ MLA അത് ഫ്ലാഗ് ഓഫ് ചെയ്യണമെന്നാണ്. അതനുസരിച്ച് രാഹുലിനെ വിളിച്ചിരുന്നു. പക്ഷേ ശരി ഗോകുൽ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. സ്വാഭാവികമായിട്ടും DYFIയുടെ ഒക്കെ ഒരു പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടനെ വരിക തന്നെ ചെയ്യും. കാരണം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു, പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു. അവിടെ പ്രതിഷേധങ്ങൾ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഈ ഒളിച്ചുമൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് എന്നുള്ള വിമർശനമൊക്കെ ഉയർന്നുണ്ട്. വീണ്ടും ഈ ഒരു കാര്യത്തിൽ പാലക്കാട് ഇങ്ങനെ രാഷ്ട്രീയം തിളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗോകുൽ VS ആണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.